എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. നമ്മളെ ജയിലറിൽ വിനായകൻ ഒരു ചോദ്യം ചോദിക്കും, മനസ്സിലായോ സാറേ? ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് മാത്രമേ എനിക്ക് നാട്ടിൽ ഷേവ് ഗാസ നമ്മളെ ദുൽഖർ സൽമാനൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഷെയ്നൊക്കെ മറ്റേ റാഫയിലോട്ട് നോക്കാൻ, കണ്ണുകളിലെല്ലാം റാഫയിലോട്ട്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ആർക്ക് വരെ സപ്പോർട്ട് ചെയ്യും? നമ്മൾ അന്നേ പറഞ്ഞായിരുന്നു, നമ്മുടെ 2 മലയാളി ഇവിടെ മരിച്ചു, തീവ്രവാദികളുടെ ബോംബ് കാരണം മരിച്ചു. അന്നൊരു മൈരന്മാർ ഇവിടെ സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ ഇവന്മാർ എവിടെ സപ്പോർട്ട് ചെയ്യും? ഷേവ് ഗാസ. ഇപ്പം ഇനി ഷേവ് പാകിസ്ഥാനായിരിക്കും ഇവന്മാർ പറയുന്നത്. എനിക്കിങ്ങനെ ഇത് കേൾക്കാൻ, ഇത് നമുക്ക് എൻ്റെ രാജ്യമാണ്, ശരിയാണ്, ഞാൻ ജനിച്ച നാടാണ്. പക്ഷെ ആ രാജ്യത്തിന് ഒന്നും വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സൈന്യത്തിൽ നമുക്ക് അതിയായ വിശ്വാസമുണ്ട്. അത്രയും നല്ലൊരു ആർമിയാണ് ഇന്ത്യൻ ആർമി. പക്ഷേ യുദ്ധം ഒന്നിനും ഇതല്ല. രാജ്യത്തിൻ്റെ, നമ്മുടെ ഈ രാജ്യത്തിന് യുദ്ധം വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം തകരാറിലാണ്. പക്ഷേ എനിക്കിത് പറയാനുള്ളതെന്ന് പറയുമ്പം ഇവന്മാരുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഇവന്മാർ ആരെ സപ്പോർട്ട് ചെയ്യും? ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ആരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്? ഈ മലരുകളെ സമ്മതിക്കണം. ആരൊക്കെ തീവ്രവാദികളെന്ന് നമ്മളെന്ന് പറഞ്ഞു, അയ്യോ അവർ തീവ്രവാദികളല്ല, അവർ പോരാളികളാണ്, പോരാളികൾ. ഇപ്പം 10 നമ്മുടെ 26 നമ്മുടെ സാധാരണ നമ്മളെ ബന്ധുക്കൾ, നമ്മളെ നാട്ടുകാർ അവരെ എടുത്തുകൊണ്ട് പോയി, അവരുടെ ജീവൻ മതം നോക്കിയിട്ട്. അപ്പോൾ ഇവന്മാർക്ക് നല്ലൊരു തിരിച്ചടി കൊടുത്തു, അതിന് സന്തോഷം. പക്ഷെ അങ്ങനെയുള്ള അടികൾ മാത്രം മതി, യുദ്ധത്തിനായിട്ട് ഒരിക്കലും പോരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാലും ഇവന്മാർക്കൊരു പണി, ഇനി ഇങ്ങനെയുള്ള ഈ ചാനലിൽ വർഗീയതയും ഇവന്മാരെ ഷേവ് ഗാസ എന്ന് പറയുന്ന ഈ ചാനലിൽ ഇവന്മാർക്കെതിരെയാണ് കൊടുക്കാനുള്ളത്. അവന്മാർക്കെതിരെ കൊടുക്കണം, അതാണ് കൊടുക്കാനുള്ളത്. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ മണ്ണിനെ തിന്നുന്നത് ഒരു ഓക്കെ. എല്ലാവരും സന്തോഷവും സമാധാനത്തായിട്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. സേഫ്റ്റി ആയിട്ടിരിക്കുക. ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന അതൊക്കെ ആയിട്ട് ടി വിയിലും പത്രങ്ങളിലും വാർത്തകളിലൊക്കെ പറയുന്ന നിയമങ്ങൾ പരിപാലിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരും സേഫായിട്ടിരിക്കുക.